നമസ്കാരം. 2023 വനിതാ സംവരണ ബിൽ പ്രാബല്യത്തിലാക്കുന്നതിനും അതിൻ്റെ കൂടെ ലോകസഭാ സീറ്റുകൾ 540 നിന്ന് 850 വർദ്ധിപ്പിക്കുന്നതിനുമുള്ള NDA സർക്കാരിന്റെ നീക്കം പാളിയിരിക്കുന്നു. ലോകസഭയിൽ പരാജയപ്പെട്ട ബിൽ ഇനി രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. മണ്ഡല പുനർനിർണയ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള വ്യവസ്ഥകൾ ബാധകമാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാനിരുന്ന 2 ബില്ലുകൾ പിൻവലിച്ചു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകസഭയിൽ പരാജയപ്പെടുന്ന ആദ്യ ബില്ലാണിത്. അത് സർക്കാരിന് വമ്പൻ തിരിച്ചടിയായിരിക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും പ്രതീക്ഷകൾ മങ്ങിയിരിക്കുന്നു. ഇനി ഈ ബില്ലുകൾ പാസാക്കിയെടുക്കുന്നതിന് മറ്റെന്തെങ്കിലും വഴി ഭാവിയിൽ നോക്കണം. മുൻപ് കാർഷിക നിയമം പാസാക്കിയെടുത്തിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ആ നിയമം പിൻവലിച്ചു. ഇവിടെ പരിഗണിക്കുക പോലും ചെയ്യാതെ ഒരു ബില്ല് തള്ളിക്കളയുന്നത് മോദി സർക്കാരിന് ഏറ്റ തിരിച്ചടിയാണ്. ഇത് ആദ്യവുമാണ്. ഇപ്പോൾ ലോകസഭയിലുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 540 ലോകസഭാ സീറ്റുകളാണ്. അതിനെ 850 വർദ്ധിപ്പിക്കുകയായിരുന്നു മോദി സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ കൂടെ തന്നെ വനിതാ സംവരണ ബിൽ പാസാക്കുകയും വനിതാ സംവരണ ബില്ലിന്റെ ഭാഗമായി 33% സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമവും മുത്തലാഖ് ബില്ലും വഖഫ് ഭേദഗതി നിയമവുമൊക്കെ നിസ്സാരമായി പാസാക്കിയെടുത്ത സർക്കാരാണിത്. ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതും ഒരുപാട് വാദവിവാദങ്ങൾ ഉണ്ടായതുമായ ഈ ബില്ലുകൾ നിസ്സാരമായി പാസാക്കിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പ്രതിപക്ഷ നിരയിലെ അനൈക്യവും സ്വരച്ചേർച്ചയില്ലായ്മയുമാണ് ഈ നിയമങ്ങൾ പാസാക്കിയെടുക്കാൻ സർക്കാർ കണ്ടെത്തിയ ഏറ്റവും എളുപ്പമായ വഴി. പലരെയും കൂടെ നിർത്തി പല രീതികളിൽ അതിന് പല രീതികളും ഉപയോഗിച്ചു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല. ഒരിടത്തുമല്ലാതെ അവിടെയും ഇവിടെയുമല്ലാതെ നിലയുറപ്പിച്ചിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ ഒക്കെ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിന് സർക്കാരിനെ ഒരുപാട് സഹായിച്ചു. അതിന്റെ പിന്നിൽ പണ്ടുള്ളവർ പറയും പോലെ സാമ ദാന ഭേദ ദണ്ഡമാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പൊതു സംസാരം. എന്നാൽ മണ്ഡല പുനർനിർണയ നിയമം നടപ്പിലാക്കുമ്പോൾ മണ്ഡലങ്ങളുടെ അതിർത്തി മാറുമെന്നും അത് BJPക്ക് അനുകൂലമായി നിർണയിക്കും എന്നും കരുതിയ പ്രതിപക്ഷം, അതുപോലെ ചെറിയ കക്ഷികളും പ്രാദേശിക കക്ഷികളും തങ്ങളുടെ അസ്തിത്വത്തെ ഭയപ്പെട്ടു, തങ്ങളുടെ നിലനിൽപ്പിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചു നിന്നു. ഇവർ ഒന്നിച്ചു നിന്നതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന്റെ NDA സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ചിന്തകൾ വിജയിച്ചില്ല. അവരുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചില്ല. പക്ഷേ മണ്ഡല പുനർനിർണയ നിയമം പാസാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ എന്തിനാണ് വനിതാ പ്രാതിനിധ്യ നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം വനിതാ സംവരണ നിയമം പ്രാബല്യത്തിലാക്കിയതോടുകൂടി വനിതാ സംവരണം നിയമത്തിന്റെ അനിവാര്യതയായി. ഇനി 540 മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ 180 മണ്ഡലങ്ങളിൽ നിർബന്ധമായും വനിതാ പ്രാതിനിധ്യം വരണം. അങ്ങനെ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, BJP ഉൾപ്പെടുന്ന എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു തിരിച്ചടിയാണ്. കാരണം പുരുഷ സിംഹങ്ങൾ മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടും. അത് റൊട്ടേഷൻ അനുസരിച്ച് തീരുമാനിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് തിരിച്ചടി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഈ വനിതാ സംവരണ നിയമം ഇത്രയും ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് എന്തിനാണ് എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും അത് നടപ്പിലാക്കിയത് മോദിയും അമിത്ഷായും ആയതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം കാണും എന്ന് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാണ്. എന്തായാലും മണ്ഡല പുനർനിർണയ നിയമം നടപ്പിലാക്കാൻ സാധിക്കാത്തത്, വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തത് മോദിയെയും അമിത്ഷായെയും സംബന്ധിച്ച് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ്. ധാരാളം വാഗ്ദാനങ്ങൾ പ്രതിപക്ഷത്തിന് നൽകിയതാണ്. എല്ലാ
മണ്ഡലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിച്ചു നൽകാം എന്ന ആനുകൂല്യം പോലും നൽകാൻ തയ്യാറായി. പക്ഷേ അതിന്റെ പിന്നിലുള്ള കുരുക്കുകൾ ചെറിയ പാർട്ടികൾ മനസ്സിലാക്കിയതാണ് ഇത്രയും ദോഷമാകാൻ കാരണം. അതിന് മുൻകൈയെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത് ആധികാരികമായ ഒരു വിജയമാണ്. കാരണം ഈ നിയമത്തിനെതിരെ പോരാടിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അതിന് വഴിയൊരുക്കിയത് രാഹുൽ ഗാന്ധിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.